ഇതിൽ സ്ക്രീനിൽ കാണുന്ന ഈ പാരഗ്രാഫ് മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇമാമുന ഫിൽ ഫിഖ്ഹി ഇമാമുൽ അഇമ്മത്തി മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫിഖ്ഹിലുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അവരെ ഫുൾ പേരെന്താണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ. ഷാഫി ഇമാമിന്റെ ഷാഫി ഇമാമിന്റെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഭൂമി മുഴുവനും അറിവ് കൊണ്ട് നിറക്കുന്ന ഖുറൈശിയിലെ ഒരു ഖുറൈശിയായ പണ്ഡിതൻ വരാനുണ്ട്. ആ ഖുറൈശിയായ പണ്ഡിതനെ പറ്റി ഉലമാ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഷാഫി ഇമാം ആവാനല്ലാതെ മറ്റൊരാളാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മുബാറക്കായ ഒരു വ്യക്തിത്വമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് രചിക്കപ്പെട്ട പുസ്തകങ്ങൾ മലയാളത്തിൽ പോലും ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ നമ്മുടെ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടമല ഉസ്താദ് രചിച്ചൊരു പുസ്തകം കുറച്ച് മുന്നേ IPB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം വായിക്കാവുന്നതാണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. വഖദ് സന്നഫൽ ഉലമാഉ ഫിൽ ഫിഖ്ഹി ഷാഫിഈ കുതുബൻ അദീദതൻ. നമ്മൾ പഠിക്കുന്നത് ഫിഖ്ഹ് ഷാഫിഈ ആണല്ലോ, ഷാഫിഈ കർമ്മശാസ്ത്രം. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. കർമ്മത്തെ കുറിച്ചുള്ള ശാസ്ത്രം. കർമ്മം എന്ന് പറയുമ്പോൾ പ്രവർത്തനം. ചിരിക്കുക, കുടിക്കുക, നിൽക്കുക, നടക്കുക, കച്ചവടം ചെയ്യുക, സംസാരിക്കുക, എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളാണ് കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. കർമ്മത്തെ ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് കർമ്മശാസ്ത്രം. അപ്പൊ ഈ കർമ്മത്തെ ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന്റെ വിധിവിലക്കുകൾ അത് എന്തൊക്കെയാണ്? ഹറാമാണോ? ഇത് ചെയ്യൽ ഹറാമാണോ, ജായിസ് ആണോ, കറാഅത്താണോ, സുന്നത്താണോ, അതൊക്കെ നമ്മൾ ഇനി ചർച്ചയിൽ വരുന്നുണ്ട് എന്താണ് ഇതൊക്കെ എന്നുള്ളതുകൊണ്ട്. അപ്പോ ഉലമാ ഷാഫി കർമ്മശാസ്ത്രത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഫമിൻഹൽ മബ്സൂത്തത്തു വമിൻഹൽ മുഖ്തസറ. വളരെ വിശാലമായ ഗ്രന്ഥങ്ങളുണ്ട്, വളരെ ചുരുക്കി രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. വമിൻ അഷ്ഹരി മുഖ്തസറാത്തിഹി കിതാബു ഫത്ഹിൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ. ഷാഫി കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വിശാലമായിട്ടുള്ളതും എന്നാൽ വളരെ ചുരുക്കിയിട്ടുള്ള കിതാബുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്രസ്വമായിട്ടുള്ള വളരെ ചുരുക്കി എഴുതിയ കിതാബുകളിൽ ഒന്നാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്. അതിന്റെ പൂർണ്ണമായ നാമം ഫത്ഹുൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ നാമം. ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന ഒരു മൂലഗ്രന്ഥത്തിന്റെ വിശദീകരണ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ തന്നെ ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട വിശാലമായ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ വളരെ ചുരുക്കിയിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള ഒരു കിതാബാണ്. ഇനി നമ്മൾ പറയുന്നത് വഖിലാഹുമാ ലിശ്ശൈഖിൽ അല്ലാമത്തുൽ മഖ്ദൂം അസ്സഗീർ അഹ്മദ് ബിൻ സൈനുദ്ദീൻ ബിൻ ഷെയ്ഖ് മുഹമ്മദ് അൽ ഗസാലി ബിൻ ഷെയ്ഖ് അല്ലാമത്തുൽ മഖ്ദൂം അൽ കബീർ സൈനുദ്ദീൻ അൽ മഅബരി അൽ മലൈബാരി റഹിമഹുമുല്ലാഹു തആല റഹ്മത്തൻ വാസിയത്തൻ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥവും അതിന്റെ മൂലഗ്രന്ഥമായ ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥവും അത് രചിച്ചിട്ടുള്ളത് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് അറിയപ്പെട്ട ഇമാം മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. രണ്ട് മഖ്ദൂമിനെ പറ്റിയിട്ട് അറിയുന്ന ആരെങ്കിലും മനസ്സിലാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടപെട്ടാൽ സന്തോഷം. മഖ്ദൂം സഗീറും മഖ്ദൂം കബീറും. ചെറിയ മഖ്ദൂം വലിയ മഖ്ദൂം എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. നമ്മള് പിന്നെ പൊന്നാനി സിയാറത്തിന് പോകുന്ന സമയത്ത് അതന്നെ അവരാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള്. വേറെ ആരെങ്കിലും? ഞാൻ പറയാം, അതിലേക്ക് വരാം. രണ്ട് മഖ്ദൂമുണ്ട്, വലിയ മഖ്ദൂമുണ്ട്, ചെറിയ മഖ്ദൂമുണ്ട്. പൊന്നാനി മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന ആ വലിയ ഖബറുള്ളത്, അവിടെ മക്കാമായിട്ടുള്ളത്, അത് വലിയ മഖ്ദൂം തങ്ങളുടെ ഖബറാണ്. ചെറിയ മഖ്ദൂം തങ്ങൾ അഥവാ അവരുടെ മകന്റെ മകനായ ചെറിയ മഖ്ദൂം തങ്ങളുടെ ഖബർ അത് പൊന്നാനി അവിടെ തന്നെയാണോ ഉള്ളത്? അതല്ല, പിന്നെ എന്താണ്, ചോമ്പാൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മളെ മാഹിക്കടുത്തിട്ടുള്ള, നമുക്കറിയാം, ആ വടകര ഭാഗത്തുള്ളവർക്ക് അറിയായിരിക്കും. അവിടെ അവരുടെ ഖബറാണെന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണോ അതല്ല അവിടെയാണോ എന്നുള്ളതിൽ എന്തുണ്ട്
ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെ പറയല്. ഇവിടെ ചോമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതായാലും നമ്മുടെ ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കുന്ന ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ഈ ചെറിയ മഖ്ദൂമാണ്. അത് പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന വലിയ മഖ്ദൂമല്ല. അഥവാ ഫത്ഹുൽ മുഈനിന്റെ ഗ്രന്ഥകർത്താവ് അത് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നവര് അവര് പൊന്നാനിയിലാണോ ഉള്ളത് അതല്ല വടകര മാഹി ഭാഗത്തുള്ള ചോമ്പാൽ എന്ന് പറയുന്ന ആ സ്ഥലത്താണോ ഉള്ളത് എന്നതിൽ ഖിലാഫുണ്ട്. ആ അതാണ് നമ്മളിപ്പോ കിതാബിൽ വായിക്കുന്നത്. നോക്കി ഇബാറത്ത് നോക്കി. ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞല്ലോ, വകിലാഹുമ ലിശ്ശൈഖിൽ അല്ലാമത്തിൽ മഖ്ദൂമി സഗീർ. പേര് കേട്ടോളി, അഹ്മദ് സൈനുദ്ദീൻ എന്നതാണ് ചെറിയ മഖ്ദൂമിന്റെ പേര്. അപ്പുറത്തില്ലേ കുറെ തട്ടുകളില്ലേ റഫ്, എന്നടിയിലുണ്ട് രണ്ടെണ്ണത്തില്. പിന്നെ അഹ്മദ് സൈനുദ്ദീൻ എന്നതാണ് പേരമകനായ ചെറിയ മഖ്ദൂം തങ്ങളുടെ പേര്. അവരുടെ വാപ്പയാണ് മുഹമ്മദുൽ ഗസാലി എന്നവര്. അവരുടെ പിതാവാണ് മഖ്ദൂം കബീർ അഥവാ സൈനുദ്ദീൻ. അപ്പം ചെറിയ പേരക്കുട്ടിയായ ചെറിയ മഖ്ദൂം തങ്ങൾ അഹമ്മദ് സൈനുദ്ദീനാണ്. അവരുടെ വല്യാപ്പയായ വലിയ മഖ്ദൂം തങ്ങൾ എന്ന് പറയുന്നത് സൈനുദ്ദീൻ എന്നാണ്. മനസ്സിലായില്ലേ? എന്തേലും ഉണ്ടോ? ഡൗട്ട് എന്തോ ഉണ്ടോ? പോവല്ലേ, ഒരു പാരഗ്രാഫ് നമ്മളിപ്പോ ഫുള്ളായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, ഇനി പറയുന്നത് വെച്ചാല് ഫത്ഹുൽ മുഈൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഷാഫി മദ്ഹബിലുള്ള വലിയ വലിയ കിതാബുകൾ നോക്കുമ്പോൾ, തുഹ്ഫ പോലത്തെ കിതാബുകൾ നോക്കുമ്പോൾ ഒരു മുഖ്തസറായ ഒരു ചെറിയ കിതാബ് ആണെങ്കിൽ തന്നെയും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മദ്രസിൽ അതുപോലെ തന്നെ എല്ലാതെയും ഒക്കെ പഠിക്കാൻ ഒന്നും കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള, അതല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ചുരുക്കിയിട്ടുള്ള അതിലും ചെറുതായിട്ടുള്ള ഒരു കിതാബ് ആവശ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കിതാബ് നമ്മൾ രചിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഈ പോകുന്ന കിതാബിന്റെ പേരെന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? എന്തായിരുന്നു പേര്? അയവ, ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നാണ് പേര്. ആരാ മുസന്നിഫ്? ആരാ? ഇമാമുൽ, അതെ, ബാവസ്താദാണ്. ഇമാമുന ഷാഫിനെ പറ്റി നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ നമ്മൾ ഇമാം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ കിതാബ് എഴുതിയത് ആരാണ്? ബാവസ്താദാണ്. ഓക്കെ, ബാവ, അപ്പൊ കോടമ്പയ ബാവസ്താദാണ്. പോവാ. وقد احتاج طلاب هذا العصر إلى مختصر يكون تمهيدا لهذا الكتاب. ഫത്ഹുൽ മുഈൻ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു ഒരു പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലക്ക് ഒരു കിതാബ് ഓതല് വളരെ അത്യാവശ്യമായിട്ട് ഉണ്ട് ഇന്നത്തെ കാലത്തെ പറ്റിയിട്ടാ പറയുന്നത്, പണ്ടത്തെ കാലത്തെ പറ്റിയല്ല. അതുകൊണ്ട് ഫഹാദാ ബിഹംദില്ലാഹി ദാക്കൽ മുഖ്തസറു. അങ്ങനെ ഫത്ഹുൽ മുഈൻ പഠിക്കുന്നതിന് മുന്നേ കർമ്മശാസ്ത്രത്തിന്റെ ഏകദേശ വിഷയങ്ങളെല്ലാം കൃത്യമായി നല്ല വൃത്തിയിൽ മനസ്സിലാക്കാനുള്ള ഒരു കിതാബ് എന്ന് പറഞ്ഞല്ലോ, ആ കിതാബാണ് ഈ കാണുന്ന കിതാബ്, ഈ മുഖ്തസർ. നുസമ്മിഹി ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഇതിന് നമ്മൾ പേര് വെച്ചത് എന്താ? ഖുലാസത്തുൽ ഫിഖ്ഹി അൽ ഇസ്ലാമി. وقد حوت أهم المسائل الفقهية وبعض الأبحاث الضرورية والقضايا العصرية. ഈ കിതാബ് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ബാവസ്ഥ പറയാണ്. എന്താ പറയുന്നത്? ഈ കിതാബ് പ്രധാനപ്പെട്ട ഫിഖ്ഹിയായിട്ടുള്ള മസലകൾ, ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് വേണമെങ്കിലും ഇത് ഒന്ന് ഖുലാസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യമായി വരുന്ന ചില ചർച്ചകൾ എന്ന് വെച്ചാൽ ഫത്ഹുൽ ചിലപ്പോൾ ഉണ്ടാവില്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാല് പിന്നെ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിപ്പോ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്താ പറയാ, റമദാനില് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പറ്റോ ഇല്ലയോ, അതുപോലെയുള്ള, അതിപ്പോ പുതിയൊരു ചർച്ചയാണ്. അതുപോലെയുള്ള കാലത്തിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ശിശു, ആ ശിശുവിന്റെ വിധി എന്താണ്? അത് പണ്ട് ടെസ്റ്റ് ട്യൂബ് ശിശു ഇല്ല, ഇന്ന് വന്നതാണത്. അപ്പൊ അതുപോലെയുള്ള ആധുനിക കാലത്ത് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായിട്ടുള്ള ചില ചർച്ചകൾ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. വൽ ഖലായൽ അസ്രിയ,
അതാണ് പറഞ്ഞത്. വൽ ഖലാഇൽ അസ്രിയ, ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട അറിയേണ്ടതായിട്ടുള്ള ചില ചർച്ചകളും ഈ കിതാബിൽ ഉൾക്കൊള്ളും. വനർജു മിനല്ലാഹി നഫ്അ ബിഹി ഫിദ്ദാറൈൻ, അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇരു വീട്ടിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നാണ് നാം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? നമ്മൾ വിഷയത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്തേലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ചാപ്റ്റർ തുടങ്ങാണ്, വിഷയത്തിലേക്ക് കടക്കാൻ പോവാണ്. ചോദിച്ചോളി. അത് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്ന് പറഞ്ഞാല്, പിന്നെ നമ്മുടെ കർമ്മശാസ്ത്രത്തിലുള്ള നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു കിതാബാണ് ഫത്തുഹുൽ മൊയ്ൻ. അത് രചിച്ചത് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ കിതാബ് ഓതുന്ന കുട്ടികൾക്ക് അതിന് മുന്നേ ഒരു പരിചയം എന്നുള്ള നിലയ്ക്ക് ഷാഫി കർമ്മശാസ്ത്രത്തിന് ഒരു മുഖദ്ദിമ എന്ന നിലയ്ക്ക് ഒരു കിതാബ് ഓതൽ അത്യാവശ്യമാണ്. അതിന് പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഈ കാണുന്ന ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സംഗതികളും ഇതിലുണ്ട്. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനേ ഫത്തുഹുൽ മൊയ്ൻ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ വിഷയം തുടങ്ങാണ്. അഹ്കാമു ശർഇയ്യ. ഈ ചാപ്റ്ററിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നോക്കി നിങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ പ്രവർത്തനം. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ കുറച്ച് പോയിട്ട് നിസ്കരിക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എന്തെങ്കിലും കടയിൽ പോയി വാങ്ങുന്നു. ഇതൊക്കെ എൻ്റെ ഓരോ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ബഷീർക്ക എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കച്ചവടം ചെയ്യുന്നു, ഒരു സ്ഥലം സെയിൽ ചെയ്യുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കുടുംബക്കാരോട് സംസാരിക്കുന്നു. ഇതൊക്കെ എല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള, കർമ്മങ്ങളെ കുറിച്ചുള്ള നിയമം പറച്ചിലാണ് ശരിക്കും കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ ഏതൊക്കെയായിരിക്കും? നിങ്ങൾ പഠിച്ച നിയമങ്ങൾ ഒന്ന് പറഞ്ഞോളി, ചിന്തിച്ചോക്കി. ഫർള്, ഒന്നാമതായിട്ട് ഫർള്, വാജിബ് അല്ലേ? ആരെങ്കിലും ഇടപെടി. നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഫർള്. ഓക്കെ. ഹറാമുണ്ട്, ഹലാലുണ്ട്. ഓക്കെ, 3 എണ്ണായി. പിന്നെ കറാഹത്തുണ്ട്, മാഷാ അല്ലാ. പിന്നെ 4 എണ്ണായി. കറാഹത്തായി. പിന്നെ ഖിലാഫുൽ ഔല ഉണ്ട്. ഓക്കെ, ഈ വിഷയമാണ് നമ്മൾ ഇനി പറയുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാപ്റ്റർ ഉപയോഗിക്കുന്നത്. കേട്ടോളി, ഒന്നാമത്തെ ഭാഗത്ത് കേട്ടോളി. അൽ ഹുക്കുമു ഇമ്മാ ത്വലബു ഫിഅലിൻ ഔ ത്വലബു തർക്കിൻ ഔ തഖ്യീറുൻ ബൈനഹുമാ. നോക്കിട്ടോ, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫാക്കി വെച്ചാൽ നമുക്ക് ഈ ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓൺ ആക്കുക, അത് കഴിഞ്ഞ പാട് ഓഫാക്കാം. അപ്പോ അൽ ഹുക്കുമു, ബഷീർ ഖാന്റെ മൈക്ക് ഓണാണെന്ന് തോന്നുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈക്കിന്റെ ചിഹ്നമില്ലേ അതില്, അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളപ്പോൾ അത് ഓണാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഓഫാക്കിയാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബറക്കല്ലാഹു ഫീക്കും. അപ്പോ നമ്മൾ പറയുന്നത്, ആദ്യം തന്നെ പറയുന്നതെന്ന് പറഞ്ഞാല്, അൽ ഹുക്കുമു ഇമ്മാ ത്വലബു ഫിഅലിൻ ഔ ത്വലബു തർക്കിൻ ഔ തഖ്യീറുൻ ബൈനഹുമാ. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോളി. എങ്ങനെ? നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോ. ഈ 3 രൂപത്തിലാണ് പടച്ചവന്റെ കൽപ്പനകൾ ഉണ്ടാവുക, ഹുക്കുമുകൾ ഉണ്ടാവുക. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ചെയ്യണ്ട. ഇതാണ് പറഞ്ഞത്. ഒന്നുകിൽ ഹുക്കുമ് ഫിഅലിനെ ആവശ്യപ്പെടലായിരിക്കും, ചെയ്യണം എന്ന് പറയലായിരിക്കും, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയലായിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയലായിരിക്കും. അപ്പോ ചെയ്തോ എന്ന് പറയുന്ന സമയത്ത്, ചെയ്തോ,
നിസ്കരിച്ചോ, ചായ കുടിച്ചോളൂ, എന്താ പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ദുഹാ നിസ്കരിക്കണം, നിങ്ങൾ 5 നേരം നിസ്കരിക്കണം. ഇതൊക്കെ ഹദീസിലും ഖുറാനിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ചെയ്യണം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങള് ഇൻകാന ഫൽ അവ്വലു ഇൻകാന ജാസിമൻ ഫവുജൂബുൻ, നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി വാജിബ് എന്ന് പറയും. നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു, അത് നിർബന്ധമായിട്ട് ചെയ്തോളണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താവും? സുന്നത്താവും, നദ്ബാകും. ഒന്നുകൂടി, നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം, ഉദാഹരണം 5 നേരം നിസ്കരിക്കണം, ദുഹ നിസ്കരിക്കണം, തഹിയ്യത്ത് നിസ്കരിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുന്ന കൽപ്പന, 5 വക്ത് നിസ്കരിക്കണം എന്ന് പറയുന്ന കൽപ്പന, ഇതെല്ലാം ആവശ്യപ്പെടലാണ്. അത് നിർബന്ധമായ ആവശ്യപ്പെടലുണ്ടാകും. നിർബന്ധമായി നീ ചെയ്യണം, നീ ചെയ്തോ, ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ആദ്യം പറഞ്ഞ നിർബന്ധമായും ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി പറയുന്ന പേരാണ് വുജൂബ്, വാജിബ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. രണ്ടാമതായി പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം എന്നല്ല, ചെയ്തോ, ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വിശുദ്ധ ഖുർആനോ നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവില്ല, അങ്ങനത്തെ കാര്യങ്ങൾ, അതാണ് നദ്ബ് എന്ന് പറയുന്നത്. ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, വസാനി ഇൻകാന ജാസിമൻ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങള് നിർബന്ധമായും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിനെപ്പറ്റി ഹറാം എന്ന് പറയും. ഏതുപോലെ? നിങ്ങൾ കള്ളു കുടിക്കരുത്, ഇന്നമൽ ഖംറു വൽ മൈസിറു റിജ്സും മിൻ അമലി ശൈത്താൻ, കള്ളു കുടിക്കരുത്, നിങ്ങൾ ചൂതാട്ടം നടത്തരുത്. ഇതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാ. ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരിക്കലും ചെയ്തു പോകരുത്, ചെയ്താൽ കുറ്റം കിട്ടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഹറാം ഫതഹരീമുൻ എന്ന് പറയുന്നത്. വ ഇല്ല എന്ന് വെച്ചാല് ചെയ്യരുത് ട്ടോ, ചെയ്യരുത് ട്ടോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചെയ്തത് കൊണ്ട് കുറ്റക്കാരനാവൂല. ഇപ്പൊ ഉദാഹരണത്തിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആരും ഒട്ടകത്തിന്റെ ആലയുടെ അടുത്ത് വെച്ചിട്ട് നിസ്കരിക്കരുത്, ഒട്ടകത്തിന്റെ ആലയിൽ വെച്ചിട്ട് നിസ്കരിക്കരുത്. നിസ്കരിച്ച ഹറാമാവോ? ഹറാമാവില്ല, നിസ്കരിക്കരുത് എന്ന് പറഞ്ഞേ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഒട്ടകത്തിന്റെ പ്രയാസപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഈ ശ്രദ്ധ മാറിപ്പോകും. അതുപോലെ തന്നെ ഈ മുശക്കലായിട്ടുള്ള മുസല്ലയിലും മറ്റൊക്കെ നിസ്കരിക്കൽ കറാത്താന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരനാവോ? അതില്ല, കറാഹത്താണ്. അപ്പോ ചെയ്യരുത് എന്ന് പറയപ്പെട്ട കാര്യം അതേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കുറ്റക്കാരനാവില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കറാഹത്താവുന്നത്? ഇൻ വറദ ഫീഹി നഹിയുൻ സ്വരീഹുൻ വഖിലാഫുൽ ഔലാ ഇൻ കാന നഹിയു ഫീഹി ഗൈറ സ്വരീഹിൻ. ഒന്നുകൂടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഇതുവരെ പറഞ്ഞതിൽ നമ്മളിപ്പോ പറഞ്ഞത് വാജിബും പറഞ്ഞ്, മൻദൂബും പറഞ്ഞ്, വാജിബും പറഞ്ഞ്, സുന്നത്തും പറഞ്ഞ്, ഹറാമും പറഞ്ഞ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. ഇതെല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ഉം. ശ്രദ്ധ തിരിഞ്ഞാല് അതെ 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 അതെ. അപ്പോളേ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവോ റസൂലോ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് അതേ സമയത്ത് എന്ത് വന്നിട്ടില്ല,
എന്താ ചെയ്താ കുറ്റമില്ല എന്നുള്ളത് വേറെ രൂപത്തിൽ മനസ്സിലായിട്ടുണ്ട് ഫിഖ്ഹില്. ഉദാഹരണത്തിന് നിന്ന് മൂത്രയിക്കരുത്. അതേ സമയത്ത് ചില പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ നിന്ന് മൂത്രയിക്കാൻ പറ്റുന്നു ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇരുന്ന് മൂത്രയിച്ചാൽ ശരീരത്തിലേക്ക് നജസ് തെറിക്കും എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂത്രയിക്കാവുന്നതാണ്, ജായിസാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലായി? നിന്ന് മൂത്രയിക്കരുത് എന്ന് പറഞ്ഞത് അത് ഹറാമല്ല, നിന്ന് മൂത്രം ഒഴിച്ചാല് കറാഹത്താണെന്ന് മനസ്സിലായി. അപ്പോ നഹിയുൻ സ്വരീഹ് ഈ പറഞ്ഞ രൂപത്തില് ചെയ്യരുത് എന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഖുർആനോ പറയുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണങ്ങൾ. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ, നമ്മൾ കറാഹത്തിന്റെ ഏത് ഉദാഹരണം എടുക്കുകയാണെങ്കിലും ഇതേ രൂപത്തിലാണ് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയാ. കറാഹത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഖിലാഫുൽ ഔല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ചെയ്യരുത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, നഹി വന്നിട്ടുണ്ട്, അതോടൊപ്പം ചെയ്താൽ കുഴപ്പമില്ലാത്തതാണ്, അതിന്റെ ദലീലുകൾ വേറെയുണ്ട്. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാല് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, നബിയോ ഖുർആനോ പറഞ്ഞിട്ടില്ല. ഖുർആനിലോ ഹദീസിലോ കൃത്യമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. അല്ലെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, അതിന് ഓപ്പോസിറ്റ് ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങള് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഖിലാഫുൽ ഔല എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? കറാഹത്തും ഖിലാഫുൽ ഔല തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി പറയണോ? ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. കറാഹത്തും ഖിലാഫുൽ ഔലയും തമ്മിലുള്ള വ്യത്യാസം ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചോദിക്കട്ടോ, നിങ്ങൾ പറഞ്ഞു തരണേ എനിക്ക് ഇങ്ങോട്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാല് ചെയ്യരുത് എന്ന് കൃത്യമായ വിരോധനം വന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന നഹി വന്നിട്ടുണ്ട്. അങ്ങനെ വ്യക്തമായ നഹി വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം അത് പ്രവർത്തിച്ചാൽ ഹറാമാകുകയില്ല, അതിന് വേറെ ദലീലുണ്ട്. അങ്ങനെ വന്ന കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയുന്നത്. വ്യക്തമായ നഹി വന്നതാണ് കറാഹത്ത്, വ്യക്തമായ നഹി വരാത്തതാണ് ഖിലാഫുൽ ഔല. അത് ഏതുപോലെ? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ദുഹ നിസ്കരിക്കണം എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ദുഹ നിസ്കരിക്കാൻ വേണ്ടി പറയാണ്. അതേ സമയത്ത് ദുഹ എന്താണ് ദുഹ ഒഴിവാക്കരുത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നിങ്ങൾ ചായ കുടിക്കണം ട്ടോ എന്ന് പറഞ്ഞു. ചായ കുടിക്കണം. മൈക്ക് ഓഫ് ആയിട്ടില്ലല്ലോ, ഒന്ന് നോക്കി. നിങ്ങള് ഒന്നുകൂടി നിങ്ങള് ചായ കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചായ കുടിച്ചിട്ടില്ല എന്ന് വരികയാണെന്ന് കൂട്ടിക്കോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞാനിപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെന്ന് കൂട്ടാ. എന്നിട്ട് ഞാൻ പറയാണ് നിങ്ങൾ ചായ കുടിക്കണം. എന്നിട്ട് നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ അത് കറാഹത്താണ്. കാരണം ചായ കുടിക്കണം എന്ന് നിങ്ങൾ ചായ കുടിക്കരുത് എന്ന നഹി ഞാൻ പറഞ്ഞു, വിരോധന ഞാൻ പറഞ്ഞു. നിങ്ങൾ ചായ കുടിക്കരുത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ എന്നുള്ളത് ഖുർആനോ ഹദീസിന്റെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരു മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ നിങ്ങൾ പോയിട്ട് കുടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത് എന്താണ്? കറാഹത്ത് എന്നതാണ്. ഞാൻ പറഞ്ഞത് എന്ത് മാത്രമാണ്? ഇനി വേറൊരു ഉദാഹരണം, നിങ്ങൾ കാപ്പി കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കാപ്പി കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കാപ്പി കുടിച്ചില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഖിലാഫുൽ ഔലയാണ്. വ്യത്യാസം എന്താന്ന് പറഞ്ഞാല് കറാഹത്താകുമ്പം അവിടെ വ്യക്തമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഖിലാഫുൽ ഔല ആകുമ്പോൾ വ്യക്തമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവൂല, മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് എന്നോട് നീ ഒരുത്തനെ നീ രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുന്ന സമയത്ത്
രാവിലെ കിടന്നുറങ്ങരുത് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ രാവിലെ കിടന്നുറങ്ങരുത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ എന്തേ പറഞ്ഞിട്ടുള്ളൂ? രാവിലെ എഴുന്നേൽക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, കിടന്നുറങ്ങരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയാൽ ഞാൻ ചെയ്യുന്ന ഖിലാഫുൽ ഔലയാണ്. കിടന്നുറങ്ങരുത് എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ചെയ്യുന്നത് കറാഹത്താണ്. വ്യത്യാസം മനസ്സിലായോ? അത് നമ്മൾ ഇനി വിശദീകരിക്കുന്നുണ്ട്, അപ്പൊ മനസ്സിലാവും അടിയിൽ. ഇതുവരെ പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ? ആ ഇല്ല ഇല്ല, ഖിലാഫുൽ ഔല ചെയ്താലും കുറ്റം കിട്ടൂല. കുറ്റമുള്ളത് ഹറാമില് മാത്രമാണ്. മനസ്സിലായോ? കുറ്റമുള്ളത് ഹറാമിലും, വാജിബ് ഒഴിവാക്കിയാലും കുറ്റമുണ്ട്, ഹറാമ് ചെയ്താലും കുറ്റമുണ്ട്. ഇതിൽ രണ്ടിലാണ് കുറ്റമുള്ളത്. കറാഹത്ത്, ഖിലാഫുൽ ഔല, ഇത് രണ്ടും ചെയ്താലും കുറ്റമില്ല. പക്ഷെങ്കിൽ ചെയ്യാതിരുന്നാൽ സുന്നത്ത്, കൂലി കിട്ടും. ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും. പിന്നൊന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിപ്പം പറയും. എന്താ പറയാൻ പോകുന്നത്? ഖിയാറാണ്. വേണമെങ്കിൽ ചെയ്യാം, മുബാഹ്, ജായിസ് എന്നൊക്കെ പറയുന്നത്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. ചെയ്താൽ കൂലിയില്ല, ഉപേക്ഷിച്ചാലും കൂലിയില്ല, കുറ്റമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നീയത്ത് മാറുന്നതിനനുസരിച്ച് കൂലി വരും, കുറ്റം വരും. നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ചായ കുടിക്കുക എന്നുള്ളത് തന്നെ. ചായ കുടിക്കുക എന്നുള്ളതിനെ പറ്റി എന്താ നിയമം? എന്താ അടിസ്ഥാനപരമായിട്ട്? അതൊരു ഇബാദത്താണോ ചായ കുടിക്കൽ? അല്ല. അതൊരു ഹറാമായ കാര്യമാണോ ചായ കുടിക്കൽ? അല്ല. അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട, ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിപ്പോ എനിക്ക് നിസ്കരിക്കാൻ ഒരു ഊർജം കിട്ടണം എന്ന് വിചാരിച്ച് നീയത്ത് നന്നാക്കി കുടിച്ചാലോ? അത് പിന്നെ കൂലി കിട്ടുന്ന കാര്യമായി. എനിക്ക് മനസ്സിലായോ? ഏത് ജായിസായ കാര്യത്തെയും നമുക്ക് കൂലിയുള്ള അമലാക്കി മാറ്റാൻ കഴിയും. അത് ഇതിൽ പറഞ്ഞതല്ല, അതിന്റെ ഖാരിജായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചതാണ്. ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തേലും ഡൗട്ട് ഉണ്ടോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, എന്നാ പോയേക്കാം. ഇനി കേട്ടോളി. വസ്സാനി ഇൻകാന ജാസിമൻ ഫതഹരീമുൻ വ ഇല്ലാ ഫകറാഹത്തുൻ. ഒരു കാര്യം ചെയ്യരുത് എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞത്, നഹി വന്നത്, ചെയ്യരുത് എന്ന് പറഞ്ഞത്, അത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞത് ഹറാമ്. കള്ളു കുടിക്കരുത്, അത് ഒരിക്കലും കുടിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഹറാമ് എന്ന് പറയുന്നത്. വ ഇല്ലാ ഫകറാഹത്തുൻ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നില്ല. ചില സാഹചര്യങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏതുപോലെ? ഇരുന്ന് മൂത്രമൊഴിച്ചാൽ നിർബന്ധം ഉറപ്പായിട്ടും മേത്ത് നജസ് തെറിക്കും, 100% ഉറപ്പാകുന്ന സാഹചര്യങ്ങൾ. അത്രയും മ്ലേച്ഛമായ ഒരു സ്ഥലത്ത് ഇപ്പം മൂത്രമൊഴിക്കാനുള്ള ഒരു ഒഴിവ് കിട്ടിയത്, അവിടെ നിന്ന് മൂത്രമൊഴിച്ചാൽ മേത്താവില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാം. അപ്പോ നിന്ന് മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് അത് കറാഹത്താണ്. ഇൻ വറദ ഫീഹി നഹിയുൻ സ്വരീഹുൻ, കറാഹത്തപ്പാവുക ചെയ്യരുത് എന്ന് പറയുന്ന സ്വരീഹായ നഹി വന്നാൽ, നീ ഒരു കാര്യം ചെയ്യരുത് എന്ന് വന്നിട്ടുണ്ട്, എന്നാൽ ഒരിക്കലും ചെയ്യരുത് എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കറാഹത്ത്. വ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔല ആകും അതപ്പോ ഇൻകാനൻ നഹിയു ഫീഹി ഗൈറ സരീഹിൻ, വ്യക്തമായിട്ടുള്ള വിരോധന വന്നിട്ടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേ. ഉദാഹരണം, നിങ്ങൾ ദുഹ നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ദുഹ നിസ്കരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിസ്കരിക്കാതിരുന്നാല് അതിനെപ്പറ്റി ഖിലാഫുൽ ഔല എന്നേ പറയുള്ളൂ, എന്ത് പറയൂല? കറാഹത്ത് എന്ന് പറയൂല. ഒന്നുകൂടി, ഒറ്റൊരു പ്രാവശ്യം കൂടി. നിങ്ങൾ ദുഹാ നിസ്കരിക്കണം എന്നാണ് കൽപ്പന വന്നത്. അപ്പൊ ദുഹാ നിസ്കാരം ഒഴിവാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി ഖിലാഫുൽ ഔല എന്നാ പറയാ, കറാഹത്തല്ല. കാരണം ദുഹ ഒഴിവാക്കരുത് എന്ന് വ്യക്തമായിട്ട് ഹദീസിലോ ഖുറാനിലോ വന്നിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. അതേ സമയത്ത് പള്ളിയിൽ കയറിയിട്ടുള്ള 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം, അത് ഒഴിവാക്കരുത് എന്ന് നഹി വ്യക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാരെങ്കിലും ഒഴിവാക്കിയാൽ അത് കറാഹത്താണ്. വ്യത്യാസം മനസ്സിലായോ? ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഓരോ ഹുക്കുമെന്ന് മനസ്സിലാക്കി തരലാണ്. അതല്ലാതെ ഖിലാഫുൽ ഔല എന്നാ പിന്നെ ഇനി എന്തായാലും ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ലല്ലോ, ഖിലാഫുൽ ഔല അല്ലേ, കറാഹത്തല്ലേ എന്ന് ഒഴിവാക്കാനല്ല. റസൂലുള്ളാഹിന്റെ ഓരോ സിയകൾ പ്രയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളത് എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്, കറാഹത്ത് ചെയ്യാനുള്ളതല്ല എന്നർത്ഥം. ഇനി വസാലിസു ഹിയൽ ഇബാഹത്തു,
സാലിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ചെയ്യണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാം. വേണമെങ്കിൽ ചെയ്തോ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന മൂന്നാമത്തെ സാധ്യത, അതിനെപ്പറ്റിയാണ് ഇബാഹത്ത് എന്ന് പറയുന്നത്. മുബാഹായ കാര്യങ്ങൾ എന്ന് പറയും. എന്തൊക്കെ പേരിൽ അറിയപ്പെടാ? മുബാഹ്, ജായിസ് എന്നൊക്കെ അതിനെപ്പറ്റി പറയും. ഇത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടിയൊക്കെ മനസ്സിലാക്കാൻ സൗകര്യം ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ കൂട്ടത്തിൽ സൂചിപ്പിച്ചതാ. ആർക്കെങ്കിലും അങ്ങനെ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതാതെ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇനി ഫൽ വാജിബു, ഇനി ഓരോന്നിനെ പറ്റിയും കൃത്യമായി പറയാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതുവരെ പഠിച്ച വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും. റമദാനിലുള്ള നോമ്പ് പോലെ, നോമ്പെടുത്താൽ കൂലി കിട്ടും, നോമ്പ് ഒഴിവാക്കിയാലോ കുറ്റം കിട്ടും. അകാരണമായി, കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും. വാജിബിന്റെ ഉദാഹരണം 5 വക്ത് നിസ്കാരം, നിസ്കരിച്ചാൽ കൂലി കിട്ടും. അകാരണമായി ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും. അതാണ് വാജിബ് എന്ന് പറയുന്നത്. വൽ മന്ദൂബു, സുന്നത്തായ കാര്യം എന്ന് പറഞ്ഞാലോ, മായുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി കസലാത്തിൽ വിത്രി. ചെയ്തു കഴിഞ്ഞാൽ കൂലി കിട്ടും, ചെയ്തു കഴിഞ്ഞാൽ കൂലി കിട്ടും. ഉദാഹരണം വിത്ർ നിസ്കാരം, ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, അത് ചെയ്തു കഴിഞ്ഞാൽ കൂലി കിട്ടും. ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടില്ല. ഉപേക്ഷിച്ചാൽ റമദാൻ മാസം നോമ്പ് വെക്കാത്ത പോലത്തുള്ള കുറ്റം കിട്ടൂല. അതാണ് സുന്നത്ത്. മന്ദൂബ്, സുന്നത്ത്, മുസ്തഹബ്, ഈ പറയുന്ന പദങ്ങളെല്ലാം സുന്നത്ത് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അടുത്തതാണ് ഹറാമ്, മൂന്നാമത്തത്. ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത് കഴിഞ്ഞാല് കുറ്റം കിട്ടും, ഉപേക്ഷിച്ച കൂലി കിട്ടും. കള്ളുപിടിക്കല്, കഅഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തല്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം കിട്ടും, ഉപേക്ഷിച്ചാൽ കൂലിയും കിട്ടും. ഞാൻ കള്ളു കുടിച്ചാൽ എനിക്ക് കുറ്റം കിട്ടും, കുടിക്കാതിരുന്നാലോ കൂലി കിട്ടും. അപ്പൊ അതിനെ പറ്റിയാണ് എന്ത് പറയുന്നത്? ഹറാമ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചോളി. ക്ലിയർ ആണോ? ഓക്കെ. വൽ മക്രൂഹ്, ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കറാഹത്ത് എന്താണ്, കറാഹത്തും ഖിലാഫുൽ ഔലയും എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. ഇത് രണ്ടെന്ന് പറയുന്നത് കിലാഹുമ മാ യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫീലിഹി. രണ്ട് ചെയ്താലും കുറ്റം കിട്ടുന്നില്ല, രണ്ട് ചെയ്താലും കുറ്റം കിട്ടുന്നില്ല, പക്ഷേ ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. രണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെന്താണ് വ്യത്യാസം? കറാഹത്തും ഖിലാഫുൽ ഔലയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, കറാഹത്തിലുള്ള നഹി ഇല്ല അന്ന നഹിയ ഫിൽ അവ്വലി സ്വരീഹുൻ വഫി സാനി ഗൈറു സ്വരീഹിൻ. കറാഹത്തിലുള്ള നഹി എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് എന്തുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവും ചെയ്യരുത് എന്നുള്ളത്. ഖിലാഫുൽ ഔലയിൽ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതാണ് വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇതുവരെ വിശദീകരിച്ചത് അതിനെ പറ്റിയിട്ടാണ്, കറാഹത്തും ഖിലാഫുൽ ഔലയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഉദാഹരണം നോക്കി. മസലൻ, ഉദാഹരണത്തിന്, തെർക്കു തഹിയ്യത്തിൽ മസ്ജിദി മക്രൂഹുൻ, പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അത് കറാഹത്താണ്. കാരണം എന്താ? ഫഖദ് വറദ ഫീഹി നഹിയുൻ സ്വരീഹുൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഖാൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ. എന്താ പറഞ്ഞത്? പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കൽ കറാഹത്താണ്. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് വ്യക്തമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഓപ്പോസിറ്റാണ്. അപ്പൊ അത് കറാഹത്താണ്. റവാഹു ഷെയ്ഖാൻ. വ തർക്കു സലാത്തിൽ ളുഹാ ഖിലാഫുൽ ഔല. അതേ സമയത്ത് നിങ്ങൾ ളുഹ നിസ്കരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എന്നിട്ട് നിസ്കരിക്കാതിരിക്കുന്നു. നിസ്കരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, വ്യക്തമായിട്ട് നഹി വന്നിട്ടില്ല. അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്നാണ് നഹി വന്നത്.
അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഖിലാഫുൽ ഔല എന്നും പറയും. ഫഖദ് വറദൽ അംറു ബി ഫിഅലിഹി മാ ഫിൽ അഹാദീസ്, ഒരുപാട് ഹദീസുകളിൽ ഇത് തഹിയ്യത്ത് അല്ല, എന്താ ളുഹ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്ര വന്നിട്ടുണ്ട്. ളുഹ നിസ്കരിക്കണം, ളുഹ നിസ്കരിക്കണം, ളുഹ നിസ്കരിക്കണം എന്നാണ് ഹദീസുകളിലൊക്കെ വന്നത്. ളുഹ നിസ്കരിക്കാതിരിക്കരുത് ഒരു ഹദീസിൽ വന്നിട്ടില്ല. വ്യക്തമായിട്ട് ചെയ്യരുത് എന്ന് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് കറാഹത്താവൂല, ഖിലാഫുൽ ഔലയെ ആകുള്ളൂ. വൽ അംറു ബിശൈഇൻ വൽ അംറു ബിശൈഇൻ നഹിയുൻ ഗൈറു സരീഹിൻ അൻ തർക്കിഹി, ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കൽ. നിങ്ങളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എഴുന്നേൽക്കാതിരിക്കരുത് എന്നതും കൂടിയാണ്. പള്ളിയിൽ നിങ്ങൾ ളുഹ നിസ്കരിക്കണം എന്ന് പറയുന്ന അർത്ഥം എന്താ? ളുഹ നിസ്കരിക്കാതിരിക്കരുത് എന്നതും കൂടിയാണ്. ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യരുത് എന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഖിലാഫുൽ ഔല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ പോവാ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, ഇനി എന്താ ബാക്കിയുള്ളത്? വാജിബ് നമ്മൾ പഠിച്ച്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോ പഠിച്ച? ആരെങ്കിലും ഒരാൾ പറയും, സുബൈർക്ക പറയും. വാജിബിനെ പറ്റി എന്താ നമ്മളിപ്പോ പഠിച്ച? നിർബന്ധം. നിർബന്ധം എന്ന് പറഞ്ഞാല് അയ്യോ, വെരി ഗുഡ്. ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും, ചെയ്താൽ കൂലിയും കിട്ടും. ഓക്കെ, ഇനി ആരൊക്കെയുള്ള? ഹമീദ് നക്കോട്ടിൽ, നിങ്ങൾ പറയ്, എന്താണ് ഹറാം നമ്മളിപ്പോ പറഞ്ഞേ? അയ്യോ, വെരി ഗുഡ്. ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്, ചെയ്താൽ കുറ്റം കിട്ടും. ഉദാഹരണത്തിന് കള്ളുകുടി അല്ലേ? കള്ളുകുടി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കല്. ഉം. ഇനി ആരാ പറയാ ഖിലാഫുൽ ഔലയും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം? ആരാ പറയാ? നോക്കട്ടെ. ആ, എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഒരു സെക്കൻഡ്. കറാഹത്ത് എന്ന് പറഞ്ഞാല് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവുക? ചെയ്യരുത് എന്നാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവുക, ചെയ്യണം എന്നല്ല. മനസ്സിലായോ? അതെ, അതെ. ഹദീസിൽ വന്ന എന്താ? നിങ്ങൾ പള്ളിയിൽ കയറിയാൽ രണ്ടരക്കയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ് അമ്ര വന്നത്, നഹി വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയാണ് കറാഹത്ത് എന്ന് പറയാ. ഖിലാഫുൽ ഔലയോ? ആ, അയ്യോ, വെരി ഗുഡ്. അയ്യോ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാഷാ അല്ലാഹ്. അപ്പോൾ അതാണ്, ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോ അത് ചെയ്യാതിരിക്കരുത് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അതിലൂടെ. ദുഹ നിസ്കരിക്കണം എന്ന് പറയുമ്പോ ദുഹ നിസ്കരിക്കാതിരിക്കരുത് എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സിലായത് പ്രകാരം ഒരാൾ ഒഴിവാക്കിയാൽ, ദുഹ നിസ്കാരം ഒഴിവാക്കിയതിനെ പറ്റി ഖിലാഫുൽ ഔല എന്ന് പറയും. വ്യക്തമായിട്ട് നെഹി വന്നിട്ടില്ല. ആ, അത് ഞാൻ പറഞ്ഞുതരാം. നെഹി എന്ന് പറഞ്ഞാൽ വിരോധന, ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് നെഹി എന്ന് പറയാ. ഓർഡറിന് അമ്ര എന്ന് പറയാ. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഓർഡറിന്, ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് അമ്ര എന്ന് പറയും, ചെയ്യരുത് എന്ന് പറയുന്നതിന്
നഹി എന്ന് പറയും. ഇനി എന്തോ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപെടാനുണ്ടോ? ഓക്കെ. അതെ, കറാഹത്ത് ചെയ്തില്ല കൂലി കിട്ടും. ഉദാഹരണത്തിന് പള്ളി കയറിയിട്ട് പിന്നെ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കൽ കറാഹത്താണ്. അപ്പൊ നിസ്കരിച്ചാൽ കൂലി കിട്ടും. അങ്ങനെയല്ല. അതായത് അതൊന്ന് മനസ്സിലാക്കണം. ഖിലാഫുൽ ഔല ചെയ്യരുത് വ്യക്തമായി പറഞ്ഞിട്ടില്ല, അത് മനസ്സിലായതാണ്. ഖിലാഫുൽ ഔലന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഖിലാഫുൽ ഔലയായ കാര്യം ചെയ്യരുത് എന്ന് മനസ്സിലായി. അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പക്ഷെ ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടുകയും ചെയ്യും. ഉദാഹരണത്തിന് ദുഹ നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഹദീസില്, നിസ്കരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഖിലാഫുൽ ഔലയാണ്, വ്യക്തമായിട്ട് അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാത്തതുകൊണ്ട്. ആ സമയത്ത് ഞാൻ നിസ്കരിച്ചാലോ എനിക്ക് കൂലി കിട്ടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? എന്നാ പോവാ. ഇനി പറയുന്നത് നമ്മൾ അവസാനമായിട്ട് ബാക്കിയുള്ള മുബാഹിനെ പറ്റിയാ. മുബാഹ് എന്ന് പറഞ്ഞാല് വേണേ ചെയ്യാ, വേണേ ചെയ്യണ്ട, ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല, ചെയ്താലും കൂലിയില്ല, ചെയ്തില്ലേലും കൂലിയില്ല, ചെയ്താലും കുറ്റമില്ല, ചെയ്തില്ലേലും കുറ്റമില്ല. എനിക്കിപ്പോ വെള്ളം കുടിക്കാൻ തോന്നുന്നു, ഞാൻ വെള്ളം കുടിക്കുന്നു. എനിക്കിപ്പോ എന്താ പറയാ, ഒന്ന് അങ്ങോട്ട് മുകളിലോട്ട് നോക്കാൻ തോന്നുന്നു, ഞാൻ നോക്കുന്നു. ചെയ്യാം, ചെയ്യാതിരിക്കാം, കൂലിയുണ്ടോ കൂലിയില്ല, കുറ്റമുണ്ടോ കുറ്റമില്ല. ഇതിനാണ് എന്ത് പറയുന്നത്? മുബാഹ്, ജായിസ് എന്നൊക്കെ പറയുന്നത്. വൽ മുബാഹു മാ ലാ യുസാബു വലാ യുആഖബു അലാ ഫിഅലിഹി വലാ അലാ തർക്കിഹി. ചെയ്താലോ ചെയ്തില്ലെങ്കിലോ കൂലിയോ കുറ്റോ ഒന്നും കിട്ടാനില്ലാത്തതാണ് മുബാഹ് എന്ന് പറയുന്നത്. കശുർബിൽ ഹലീബി, പാല് കുടിക്കുന്നത് പോലെ. വയുഖാലു ലിൽ വാജിബി ഫർളുൻ. ഇനി വേറെ വിഷയം പറയുന്നത്. ഇനി വാജിബിന്റെ വേറൊരു പേരാണ് എന്ത്? ഫർദ് എന്നുള്ളത്. നമ്മൾ രണ്ടും കേട്ട് പരിചയമുള്ള ആൾക്കാരാണ് അല്ലെ. ഫർദ് എന്നും പറയും, വാജിബ് എന്നും പറയും, രണ്ടും ഒന്ന് തന്നെ സംഭവം. അതുപോലെ വലിൽ മന്ദൂബി സുന്നത്തുൻ വ മുസ്തഹബുൻ. സുന്നത്തായ കാര്യത്തിന് എന്തും പറയും, മന്ദൂബ് എന്നും പറയും, മുസ്തഹബ് എന്നും പറയും. മന്ദൂബ് എന്നും പറയും, മുസ്തഹബ് എന്നും പറയും. സുന്നത്തായ കാര്യത്തിന് മന്ദൂബ് എന്നും പറയും, മുസ്തഹബ് എന്നും പറയും. ജായിസായ കാര്യത്തിനോ മുബാഹ് എന്നും പറയും, ജായിസ് എന്നും പറയും, ഹലാൽ എന്നും പറയും. മുബാഹ് എന്നും പറയും, ജായിസ് എന്നും പറയും, ഹലാൽ എന്ന് പറയും. ഹദീസിൽ ഹലാൽ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഇഷ്ടമുണ്ടാ ചെയ്യാ, ഇഷ്ടമില്ല ചെയ്യാതിരിക്കാം, രണ്ടും പറ്റുന്നതിനാണ് എന്ത് പറയാ, മുബാഹ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞത്? എങ്ങനെ? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇതിപ്പോ കുടിക്കാൻ എനിക്ക് എന്താ സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വെള്ളം കുടിക്കൽ സുന്നത്തല്ല, ജായിസാണ്. കുടിക്കാൻ എനിക്ക് കുടിക്കാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് കുടിക്കുകയും ചെയ്യാം, കുടിക്കാതിരിക്കുകയും ചെയ്യാം. ഞാൻ നീയത്ത് വെക്കാണ്, പടച്ചോനെ എനിക്ക് ദീനിന്റെ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ ആരോഗ്യം കിട്ടാനും, എനിക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം ഇബാദത്ത് ചെയ്യാൻ എൻ്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടും, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഊർജം ലഭിക്കാൻ വേണ്ടി. ഇതിലെന്തൊക്കെയുള്ള വെള്ളത്തില് CO2 അല്ലേ ഉള്ളത്, ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ ഉണ്ട്. ഈ ഓക്സിജൻ കിട്ടുമ്പോൾ എൻ്റെ രക്തം കൂടുതലായിട്ട് എൻ്റെ ശരീരത്തിൽ പ്രവഹിക്കും, അതിലൂടെ നമുക്ക് ഒന്നും കൂടി ഊർജം കിട്ടും. അങ്ങനെ ഞാൻ നല്ല നിയത്ത് വെച്ചുകൊണ്ട് കുടിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ആദ്യം കുടിച്ചത് മുബാഹാണ്, ജായിസാണ്. ഇപ്പം കുടിച്ചത് അത് പുണ്യകർമ്മമാണ്, സുന്നത്ത് എന്ന് പറയാനെ പറ്റി. നിയത്ത് കൊണ്ട് കൂലി കിട്ടുന്ന അമലാണ് ഞാനിപ്പോ ചെയ്തത്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി വൽ ഫർളു നൗആനി. ഇനി പറയുന്നത്
ഫർദിനെ പറ്റിയിട്ടാ. ഫർദ് രണ്ട് കോലത്തിലുണ്ട്, രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നമ്മളെ ഫർദ് ഐന്, അത് ഞാൻ തന്നെ ചെയ്യണം, എന്നാലേ എൻ്റെ ബാധ്യത വീടുള്ളൂ. ഉദാഹരണത്തിന് 5 നേരത്തെ നിസ്കാരം, അത് ഞാൻ പെണ്ണുങ്ങളോട് നിസ്കരിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് നിസ്കരിച്ചാൽ വീടൂല, ഞാൻ തന്നെ നിസ്കരിക്കണം. റമദാൻ മാസത്തെ നോമ്പ്, അത് ഞാൻ പൈസ കൊടുത്ത് വേറെ ആളെ കൊണ്ട് നോമ്പ് ഏൽപ്പിച്ച കൊണ്ട് വീടൂല, ഞാൻ തന്നെ നോക്കണം, എന്നാലേ വീടുള്ളൂ. നാട്ടിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് ഏറ്റുകൊണ്ട് എൻ്റെ നോമ്പിന്റെ ഉത്തരവാദിത്വം വീടൂല. അതിനാണ് എന്ത് പറയാ, ഫർള് ഐന്, വ്യക്തിപരമായിട്ടുള്ള ഫർള്, വ്യക്തിയുടെ ബാധ്യതയായിട്ടുള്ള നിർബന്ധ കർമ്മം. ഫർളു കിഫായത്തിൻ, എന്നാൽ വേറൊരു ഫർളും കൂടി ഉണ്ട്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി, ഒരാൾ മരിച്ചെടുക്കണ്ട അവിടെ, നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കൂടി മയ്യത്ത് എന്ത് ചെയ്തു, കുളിപ്പിച്ചു, നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഒരു ലോങ് ഉറക്കായിരുന്നു. ഞാൻ നാട്ടുകാരനാണ്, എൻ്റെ നാട്ടിലത്തെ എല്ലാവരുടെ മേലും നിർബന്ധമായ ബാധ്യതയായിരുന്നു മയ്യത്ത് അയാളുടെ മേലിൽ നിസ്കരിക്കാനുള്ളത്. പക്ഷെ കുറച്ച് ആൾക്കാർ അത് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ കഴിച്ചലായി. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഡ്യൂട്ടിയിലായിരുന്നു, അല്ലെങ്കിൽ ഷോപ്പിലായിരുന്നു, പോകാൻ പറ്റാത്ത അത്രയും തിരക്കുള്ള, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾ എൻ്റെ നാട്ടിലത്തെ വേറൊരാൾ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചു, ഞാൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഫ്രീ ആയി. ആരെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്യലുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഫ്രീ ആവും. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് പറയാ, ഫർള് കിഫായ എന്ന് പറയാം. ഫർളുൽ ഐനി ഹുവൽ വാജിബു അലാ കുല്ലി മുകല്ലഫിൻ കൽ മക്തൂബാത്തിൽ ഖംസി. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ഫർള് ഐനി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ട ഫർള്, അത് 5 നിസ്കാരം പോലെ, 5 വക്ത് നിസ്കാരം പോലെ. ഫർളുൽ കിഫായത്തി ഹുവൽ വാജിബു അലാ ജുംലത്തിൽ മുകല്ലഫീന കൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ഒരു കാര്യം എന്താ പറയാ, ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാകുന്ന ഓരോ 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 വ്യക്തിക്കും അത് അയാൾ ചെയ്താലേ ബാധ്യത വീടുള്ളൂ എന്നില്ല. എല്ലാ വ്യക്തിയുടെ മേലിലും ഒരു നാട്ടിലത്തെ ഒന്നായിട്ടാണ് എന്ത് ചെയ്യുക, ബാധ്യതയായിട്ട് നിലനിൽക്കുക. കുറച്ചാൾക്കാർ ചെയ്താൽ അത് വീടും. ഉദാഹരണത്തിന് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും, ഇതൊരു ഫർള് കിഫായ ആയിട്ടുള്ള കാര്യമാണ്, പ്രധാനപ്പെട്ട. മനസ്സിലായില്ലേ? മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരങ്ങൾ. അൽ മക്തൂബാത്ത് അൽ ഹംസ്, എഴുതപ്പെട്ട 5 വക്ത് നിസ്കാരം, നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നിസ്കാരങ്ങൾ. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? അപ്പോ ഫർള്, പെരുന്നാൾ നിസ്കാരം ഫർള് കിഫായ അല്ല, ഫർള് ഐനും അല്ല. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. പിന്നെ അതേസമയം നാട്ടില് ഫർള് കിഫായകൾ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു നാട്ടില് ജമാഅത്ത് നടക്കുക എന്നുള്ളത് ഫർള് കിഫായാണ്. ഒരു ദിവസം മൊയ്ലാര് ബാങ്ക് കൊടുത്ത സമയത്ത്, മുക്കരി ഉസ്താദ് ബാങ്ക് കൊടുത്ത സമയത്ത്, എന്നാൽ ഓറ് മാത്രമേ പള്ളിയിലുള്ളൂ, ഇമാമും ഇല്ല. ഓറ് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഒരു മഹ്ലൂക്കിനെ അസർ വരെ മൂപ്പര് കിട്ടിയില്ല. മൂപ്പര് ഒറ്റക്ക് നിസ്കരിച്ച് പിന്നെ റൂം പോയി കിടന്ന്. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കുറ്റക്കാരായി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഫർദ് കിഫായന്റെ ഓരോ രൂപങ്ങളാണ് പറയുന്നത്. അതേ സമയത്ത് ബാങ്ക് കൊടുത്ത് ആകെ സഫിൽ 2 ആൾക്കാരേനുള്ളൂ, 2 ആൾക്കാർ വന്നിട്ട് ജമാഅത്ത് നടന്ന്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യും, കുറ്റത്തുനിന്ന് ഒഴിവാകും. ഇനി വേറൊരു രൂപം, ഒരു പള്ളിയിൽ ഖത്തീബും ഉണ്ട് മുഅദ്ദിനും ഉണ്ട്. മുഅദ്ദിന് ബാങ്ക് കൊടുത്ത് ഖത്തീബ് മുഅദ്ദിനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഒരു മനുഷ്യനും അങ്ങോട്ട് വരുന്നില്ല. ദുഹർ നിസ്കാരം നോട്ടിക്കൊള്ളി, ഒരു ഒഴിഞ്ഞ നാടാണ്, എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ പണിക്ക്, ഒരു മനുഷ്യനും വന്നില്ല. ഇമാമും മമ്മും കൂടി നിസ്കരിച്ച് ആ പള്ളിയിൽ ജമാഅത്ത് നടന്ന് എന്നതുകൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം എന്ത് ചെയ്യും, കുറ്റക്കാരല്ലാതെ ആവും, ഒഴിവാകും. ആ ജമാഅത്ത് എങ്ങനെ നടക്കാതെ പോയാൽ ഈ നാട്ടുകാർ മൊത്തം കുറ്റക്കാരാവും. ഏതുപോലെ ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് ഉദാഹരണം പറഞ്ഞത് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലാണ്. നാട്ടിലത്തെ ചെക്കന്മാരൊക്കെ പറ്റ നാശാവാണ്. അപ്പോ നല്ല കാര്യങ്ങൾ ഇപ്പോ എന്താണ്, പരസ്യമായിട്ട് കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്ന് കൂട്ടിക്കോ. അവിടെ ആരെങ്കിലും കുറച്ചാൾക്കാർ ചെന്നിട്ട് അവരോട് ചെയ്യരുത് മക്കളെ എന്ന് പറയാന്നുള്ളത് നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും ബാധ്യതയാണ്. ആരെങ്കിലും ഒരു 1-2 ആൾക്കാർ പറഞ്ഞ് അത് അവരെ വിരോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ നിന്നുള്ള കുറ്റത്തുനിന്ന് ഒഴിവാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതുവരെ പറഞ്ഞതിൽ? അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയ, എന്താണ് കിട്ടിയത്?
ഉം. ഉം. ഞാൻ ഓരോരുത്തരും ഓരോട് ചോദിക്കാം അല്ല നല്ല ബഷീർ AP ഇവരൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയും എന്താണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പഠിച്ചേ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ? ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്താ മനസ്സിലായ? ഇവിടെ ഇല്ലേ, ലൈനിലില്ല ആള്? ആ പറഞ്ഞോളി പറഞ്ഞോളി. മാഷാ അല്ലാ. പിന്നെ ഉം. പിന്നെ മാഷാ മാഷാ അല്ലാ മാഷാ അല്ലാ. ഖിലാഫുൽ ഔലിയ മനസ്സിലായല്ലോ അല്ലേ? ഖിലാഫുൽ ഔലിയ മനസ്സിലായിനോ? ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔല, ഏറ്റവും നല്ലതിന് മാറ്റം, ഏറ്റവും നല്ലതിന് മാറ്റം. ഓക്കെ. ആ ഓക്കെ. എന്നാ കേട്ടോളി, ഒന്നുകൂടിയും പറയാം കേട്ടോളി. ഈ മൈക്ക് ഓഫ് ആയിക്കോളി. വാജിബ് എല്ലാവർക്കും മനസ്സിലായി, ഹറാം എല്ലാവർക്കും മനസ്സിലായി. വാജിബ് പറഞ്ഞാൽ ചെയ്താല് കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും. അതിന്റെ ചെയ്യരുത്, വാജിബ് എന്ന് പറയുമ്പോൾ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ള കൽപ്പന വന്നതാണ് വാജിബ്. നിർബന്ധമായും ചെയ്യരുത് എന്നുള്ള കൽപ്പന, വിരോധന വന്നതാണ്, നെഹി വന്നതാണ് ഹറാമ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, സുന്നത്തും കറാഹത്തും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മന്ദൂബ് എന്ന് പറഞ്ഞാലോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിർബന്ധമായി ചെയ്തോളണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യം ചെയ്താൽ സുന്നത്ത് നമ്മൾ പറഞ്ഞു. ഇനിയാ വരും നമ്മള് കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാല് ചെയ്യരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിൽ ഒരുത്തൻ കയറി വന്നിട്ട് നേരെ പോയിട്ട് നിലത്തിരിക്കുന്നു, അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ നേരെ പോയി പള്ളിയിൽ പോയി ഇരിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞതാണ്. ആ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അതിനെപ്പറ്റി എന്ത് പറയും? കറാഹത്ത് എന്ന് പറയും. കറാഹത്ത് എന്നേ പറയുള്ളൂ, ഹറാം എന്ന് പറയൂല. കാരണം അങ്ങനെ ചെയ്താൽ കുറ്റാവുന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, വേറെ ദലീലുകൾ കൊണ്ട് വന്നിട്ടില്ല. ഒരു സെക്കൻഡ്. ഹലോ, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഒന്ന് കൊടുക്കി. ഹലോ, പ്ലീസ് ലെറ്റ് ഹിം ടു S5 food. Yeah, S5. Yeah, Almira, behind Almira. Okay. ചില സമയത്ത് എന്താ വിഷയം, എന്താ നിങ്ങളെ വോയിസ്, നിങ്ങളെ വോയിസ് ക്ലിയർ അല്ലല്ലോ. എല്ലാവർക്കും ഉണ്ടോ ആ പ്രശ്നം? എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞവർക്ക് മാത്രമാണോ? ഓക്കെ. നിങ്ങളെ മൈക്ക് ഓക്കെ. എന്നാ ഒന്ന് ക്ലിയർ, ഇതെന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും തോന്നുന്നുണ്ട്. ഒന്നുകൂടി നിങ്ങൾ കവറേജ് ഉള്ള ഏരിയയിൽ നിന്ന് നോക്കി ഇൻഷാ അല്ലാ. അപ്പോള് പിന്നെ വേറെന്താ പറഞ്ഞത്? അപ്പോ കറാഹത്തും ഖിലാഫുൽ ഔലിയ ഒന്നും കൂടി പറയാട്ടോ, ഇത് അവസാനത്തെ കേട്ടോളി. ആ ഉം അതെ. ഉം 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 ഇപ്പൊ എന്താ വ്യത്യാസം എന്നുള്ളതല്ലേ? ഓക്കെ.
അപ്പൊ എന്താണ് വ്യത്യാസം ഹറാമും കറാഹത്തും തമ്മിലുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ കേട്ടോളി, മൈക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. എന്റെ ആൻസർ എന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖുർആനോ പറഞ്ഞ ഒരു കാര്യം, അതേ സമയത്ത് മറ്റൊരു ഹദീസിലോ മറ്റൊരു ആയത്തിലോ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, നിന്ന് മൂത്രയിക്കുന്നതിനെ പറ്റിയിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ. അതെന്തിനാണ്? ഇത് ഹറാമല്ല ചെയ്തു കഴിഞ്ഞാൽ, കറാഹത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോ ഹറാമും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം, രണ്ടിലും ചെയ്യരുത് എന്ന് വന്നിട്ടുണ്ടെങ്കിലും കറാഹത്തില് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളതിനുള്ള തെളിവ് വേറെ ഉണ്ടാവും, ചെയ്താല് കുറ്റമില്ല എന്നുള്ളതിന്റെ തെളിവ് വേറെ ഉണ്ടാവും. അതാണ് കറാഹത്തിന്റെ വ്യത്യാസം, ഹറാമിൽ നിന്നുള്ള കറാഹത്തിന്റെ വ്യത്യാസം. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഡൗട്ടുള്ള ആളുകൾ ഇത് വളരെ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല, ഒരു നിയമത്തിന്റെ ഒരു പുതിയൊരു സാധനം, അല്ലെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഇഷ്റാഖ് നിസ്കാരം ദുഹാ നിസ്കാരം നമ്മുടെ മദ്ഹബിൽ ഒന്നാണ്, ഹനഫി മദ്ഹബിൽ രണ്ടാണ്. അതേ സമയത്ത് എവിടെ അതാണ് ഹനഫി മദ്ഹബിൽ ഇഷ്റാഖ് നിസ്കാരത്തിന് പ്രത്യേക പുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്റാഖ് നിസ്കാരം എന്നുള്ള നിയത്ത് കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അതെ, അങ്ങനെ നിസ്കരിച്ചാൽ കൂലി കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഓക്കെ. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? ഇഷ്റാഖും ദുഹ രണ്ടും രാവിലെയുള്ള നിസ്കാരമാണ്, സൂര്യോദയത്തിന് ശേഷമുള്ള നിസ്കാരമാണ്. നമ്മുടെ മദ്ഹബില്, ഷാഫി മദ്ഹബില് അതിനെ ഇഷ്റാഖിനെ സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ള ദലീലുകളെ പറ്റി പറഞ്ഞത് എന്താണ്, അത് ദുഹാ നിസ്കാരമാണ് എന്നുള്ളത്. എല്ലാത്ത അഭിപ്രായമുണ്ട്, ഇഷ്റാഖ് നിസ്കാരം സ്വതന്ത്രമായിട്ടുള്ള നിസ്കാരമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ ആ ഇല്ല, സൂര്യൻ ഉദിച്ച് പിന്നെ ഒരു റുംഹിന്റെ കതിർ ഉയരുന്നത് മുതൽ ദുഹാന്റെ സമയം ആരംഭിക്കും. സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു കുന്തത്തിന്റെ കഥ ഉയരുന്നത് മുതൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ദുഹാന്റെ സമയം ആരംഭിക്കുക. അത് ളുഹർ വരെ പറ്റുന്നതാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം നാളെ സംസാരിക്കാം. അങ്ങനെ ആക്കിയാലോ അടുത്ത ക്ലാസ്സിൽ? അല്ല ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കേണ്ടതാണ്. അങ്ങനത്തെ ഡൗട്ടുകൾ ചോദിക്കണം നിങ്ങൾ, അപ്പല്ലേ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. ഇൻഷാ അല്ലാഹ്. എന്നാ ആയിക്കോട്ടെ, വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? വലൈക്കും അസ്സലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.